ടേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആരുണ്ടാക്കിയാലും കറക്റ്റ് ആ ഒരു പരുവത്തിൽ തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പം ടേസ്റ്റിൻ്റെ ആവശ്യമില്ല. എന്തായാലും നമുക്കൊന്ന് തിന്ന് നോക്കാം. കണ്ടിട്ട് കളർ കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഹരി. അപ്പോൾ നമ്മുടെ 2-3 വീഡിയോയ്ക്ക് മുന്നേ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തായിരുന്നു. അതായത് നമ്മൾ വീഡിയോ എടുക്കുന്ന ഫ്രെയിമിൻ്റെ നേരെ പുറകിലുള്ള പപ്പായ വെച്ചിട്ട് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാവുന്ന സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ സബ്സ്ക്രൈബർ റിപ്ലൈ കൊടുത്തായിരുന്നു, എന്തായാലും നമുക്ക് ചെയ്യാം, നോക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ റെസിപ്പി ആ സബ്സ്ക്രൈബറിന് ടോട്ടലി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതെ, നമ്മൾ ആ പപ്പായ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഏതാണ്ട് 2-3 അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം വീട്ടിലേക്ക് എടുത്ത് തീർന്നു. ഇപ്പോൾ അവസാനം ഒരെണ്ണം കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അത് ഒന്ന് പറിച്ചെടുക്കാം. ക്യാമറ കൊണ്ടുവന്നോ. അങ്ങനെ ഈ പപ്പായ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. അതൊന്ന് പിടിച്ച്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ട്രേഡ് ചെയ്ത് പൈസ നേടാനുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒളിം ട്രേഡ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് ആണ് ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത്. വളരെ എളുപ്പമുള്ളൊരു സ്ട്രാറ്റജിയാണ് ഈ ഒരു ഒളിം ട്രേഡിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു ഗ്രാഫ് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ ബട്ടൺ പ്രസ് ചെയ്യുക. ആ ഗ്രാഫ് അതേപോലെ തന്നെ മേലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഒളിം ട്രേഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ലിങ്ക് ഉണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ കയറി ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ബോണസായിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ എമൗണ്ട് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് കളിച്ച് ജയിച്ച് വിജയിച്ച ഒരാളുടെ വാട്സപ്പ് നമ്പർ കൂടെ ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പുള്ളിയോട് തന്നെ ഡയറക്റ്റായിട്ട് ചോദിക്കുന്നതാണ്. പുള്ളി ഫ്രീ ആയിട്ട് അഡ്വൈസ് തരുന്നതാണ്. അപ്പോൾ നമുക്കിനി ടൂട്ടി ഫ്രൂട്ടി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ പപ്പായ എടുത്തിട്ട് അതിന് ശേഷം നമുക്കൊരു പീലർ ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിക്കളയാം. അപ്പോൾ തൊലി മാറ്റുമ്പോൾ കൈ മുറിയായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിച്ചാത്തി വെച്ചും മാറ്റാം, പീലർ വെച്ചും മാറ്റാം. അപ്പോൾ ഏകദേശം നമ്മളിവിടെ എല്ലാ തൊലിയും മാറ്റി എടുത്തിട്ടുണ്ട് പപ്പായയുടെ. അപ്പോൾ നമുക്കിനി മുറിക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ചെറിയൊരു കട്ടിംഗ് ടേബിൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പിച്ചാത്തി വെച്ചിട്ട് നേരെ നടുവിൽ നമുക്കൊന്ന് മുറിച്ചു കൊടുക്കാം. അപ്പം 2 പീസസായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു രണ്ടാമത്തെ പീസ് നമുക്കൊന്ന് മുറിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ എല്ലാ കുരുവും മാറ്റി എടുത്തിട്ടുണ്ട് പപ്പായയുടെ. അതിനുശേഷം ഈ ഒരു പീസ് നമുക്ക് 2ആയിട്ട് മുറിക്കാം. ആ 2ആയിട്ട് മുറിച്ച ആ ഒരു പീസ് നമുക്കിനി 3-4 പീസായിട്ട് ചെറുതായിട്ടൊന്ന് മുറിക്കണം. അപ്പോൾ നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതുകൊണ്ടാണ് ഇത്രയും കട്ട് ചെയ്യുന്നത് നമ്മൾ. അവസാനം ആ ഒരു ഷേപ്പും 2 പാർട്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അരിയാൻ തുടങ്ങാം. അരിയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ പീസസായിട്ട് അരിയാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ഏകദേശം ചെറിയ പീസസായിട്ട് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പീസസിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ പപ്പായയുടെ ഇതും അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് വീട്ടിൽ അമ്മ കണ്ടു കഴിഞ്ഞാൽ പപ്പായയുടെ തോരനെടുത്ത് ഉണ്ടാക്കും. അതിന് മുന്നേ തന്നെ നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാനുള്ള കാര്യം നോക്കാം. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ ഒരു ചെറിയൊരു കുക്കറിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്, പച്ചവെള്ളം ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു പപ്പായ നമുക്ക് ആ ഒരു കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി മീഡിയം ഫ്ലെയിമിൽ ഗ്യാസ് ഓണാക്കി വയ്ക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ തിളച്ച് വരും. അപ്പോൾ തിളച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 3/4% വെന്തെന്ന് ഉറപ്പ് വരുമ്പോൾ നമുക്കൊന്ന് മാറ്റാം. അതെടുത്ത് ഒരു അരിപ്പയിലോട്ട് നമുക്ക് നേരെ സ്ട്രെയിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഏതാണ്ടൊരു പകുതി മുക്കാലോളം നമ്മുടെ ആ ഒരു പപ്പായ വെന്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇനി നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു തവയിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഒരു 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് വെള്ളം എടുത്താൽ മതി. ഇവിടെ ഞാൻ 3/4 കപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു പഞ്ചസാര ഇങ്ങനെ തിളച്ച് വരും. ഒരു 4-5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇങ്ങനെ വെട്ടി തിളയ്ക്കാൻ തുടങ്ങും. അതേസമയം നമുക്ക് ആ ഒരു ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഏകദേശം പഞ്ചസാരയൊക്കെ ആ വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ ആ ഒരു കൊമള ഇങ്ങനെ അടിഞ്ഞിടിഞ്ഞ് പോകുന്നത് കാണാം. കണ്ടോ? അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്കിനി 2 ചെറിയ കപ്പ് ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഒരു കപ്പിലോട്ട് നമുക്ക് പകുതി ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. മറ്റേതിലോട്ടും പകുതി ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 1 കപ്പ് എടുത്തതിന് ശേഷം ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. യെല്ലോ ഫുഡ് കളറാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ആ ഒരു തിളപ്പിച്ച പപ്പായ നമുക്ക് ഈ ഫുഡ് കളറിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നിറയുന്ന രീതിയിൽ, മുങ്ങിപ്പോകുന്ന രീതിയിലെല്ലാം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളൊരു കപ്പിലോട്ട് നമുക്ക് ഗ്രീൻ ഫുഡ് കളറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം പച്ച കളറിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ തിളപ്പിച്ച ആ ഒരു പപ്പായ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പച്ചയും മഞ്ഞയും കളറാണ് എടുത്തിരിക്കുന്നത്. കളറില്ലാതെ ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറോളം ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. എന്നാലേ ആ ഒരു ഇതൊക്കെ ഇറങ്ങത്തുള്ളൂ. അപ്പോഴത്തേക്കും നമുക്കിനി 2 മണിക്കൂർ ശേഷം ഞാനിവിടെ ആ ടൂട്ടി ഫ്രൂട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഉണക്കിയെടുക്കണം. ആ ഒരു പഞ്ചസാര പാനിയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി ഞാനിവിടെ 3 ടിഷ്യൂ പേപ്പർ നിരത്തി ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പച്ചയും മഞ്ഞയും കളറില്ലാത്ത ആ ഒരു ടൂട്ടി ഫ്രൂട്ടി നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനൊന്ന് ഉണക്കിയെടുക്കണം. ഏകദേശം ഒരു 1/2 മണിക്കൂറോളം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഷുഗർ സിറപ്പൊക്കെ പോയി കിട്ടും.
അപ്പോൾ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി എല്ലാം ഇവിടെ അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. കണ്ട ഷുഗർ സിറപ്പിൻ്റെ ആ ഒരു ഇതൊക്കെ പോയി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് എല്ലാം ഓരോരോ കളറായിട്ട് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത്രയുള്ള പരിപാടി. കറക്റ്റ് നമ്മൾ കേക്കിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ടൂട്ടി ഫ്രൂട്ടി നമ്മൾ പുറത്തുനിന്ന് പോയി മേടിക്കുന്ന അതേ ഒരു ടെക്സ്ചറിലും കളറിലും ആ ഒരു സ്വീറ്റ്നെസ് ഒക്കെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പച്ച പപ്പായ ഉണ്ടെങ്കിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ടൂട്ടി ഫ്രൂട്ടി ഇവിടെ അടിപൊളിയായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. യെസ്, അങ്ങനെ നമ്മുടെ ഈ മരത്തിനകത്ത് അവസാന പപ്പരങ്ങ എടുത്തിട്ട് നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. അടിപൊളിയായിട്ട് തന്നെ അവർ റെഡി ആയിട്ടുണ്ട്. കണ്ട റെഡ് കളറാണ് ശരിക്കും ഇതിനകത്ത് വേണ്ടത്. പക്ഷേ റെഡ് ഫുഡ് കളർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പച്ചയും മഞ്ഞയും വെള്ളയും കൂടെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൂട്ടി ഫ്രൂട്ടി ശരിക്കും ടേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആരുണ്ടാക്കിയാലും കറക്റ്റ് ആ ഒരു പരുവത്തിൽ തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പം ടേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്കൊന്ന് തിന്ന് നോക്കാം. കണ്ടിട്ട് കളർ കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നു. കൊള്ളാം, നല്ല മധുരം ഉണ്ട്. കറക്റ്റ് ആ ഷേപ്പിലും കിട്ടിയിട്ടുണ്ട്. ഇച്ചിരി വലുതായി പോയോന്നൊരു ഡൗട്ടുണ്ട് ഓരോ പീസും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഉണ്ടാക്കുമ്പം ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും സംഭവം കൊള്ളാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.